ആസ്ഥാനത്ത് നിന്ന് ഏകദേശം 29 കിലോമീറ്റർ വടക്കുഭാഗത്തായി സമുദ്രനിരപ്പിൽ നിന്ന് 19 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് പെരുമാതുറ. മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകളെ വിശാല ലോകത്തേക്കെത്തിച്ച സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം എന്ന വിശേഷണവും പെരുമാതുറയ്ക്ക് സ്വന്തം. കിഴക്കുഭാഗത്ത് കഠിനംകുളം കായലും പടിഞ്ഞാറുവശത്ത് അറബിക്കടലും വടക്കുവശത്ത് മുതലപ്പുഴയുമാണ് ചിറയൻകീഴിന് അതിരിടുന്നത്. ഇതിനിടയിലൂടെയാണ് സ്വപ്ന പദ്ധതിയായ തീരദേശ ഹൈവേ കടന്നുപോകുന്നത്. ഗതാഗത മേഖലയിലെ മണ്ഡലത്തിന്റെ വളർച്ചയുടെ സൂചകമാണ് തീരദേശ ഹൈവേ. കടലിനോട് ചേർന്ന് മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിലൂടെ നഗരത്തിലേക്കുള്ള തീരദേശ ഹൈവേക്കായി 130 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. കടൽക്ഷോഭം തീരം തുറക്കുന്ന മുതലപ്പുഴയിൽ തീരസംരക്ഷണത്തിനായി 18.31 കോടിയാണ് നീക്കിവച്ചിരിക്കുന്നത്. പുലിമുട്ട് നിർമ്മാണം അടക്കമുള്ള ജോലികൾ മേഖലയിൽ പുരോഗമിക്കുകയാണ്. തീരദേശ ഹൈവേ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. 130 കോടി രൂപയാണ് അതിന് എസ്റ്റിമേറ്റ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. 400ഓളം മത്സ്യത്തൊഴിലാളികളെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ തീരദേശ ഹൈവേ എന്ന് പറയുമ്പോഴും അതിനകത്ത് 3 കമ്പോണൻ്റാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഒന്ന്, ഭൂമി ഏറ്റെടുക്കുക. 2, അവിടെ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിലൂടെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ നല്ല രീതിയിൽ പുനരധിവസിപ്പിക്കുക. 3, തീരദേശ ഹൈവേ നിർമ്മിക്കുക. ഈ 3 കമ്പോണന്റ് കൂടി ചേർന്നാണ് 130 കോടി രൂപ ഗവൺമെന്റ് കണക്കാക്കിയിട്ടുള്ളത്. ആറ്റിങ്ങൽ ചിറയൻകീഴ് മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കാൻ കായിക്കര വക്കംകടവിൽ പുതിയ പാലത്തിന് അനുവദിച്ചിരിക്കുന്നത് 25 കോടി രൂപയാണ്. സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ആരോഗ്യമേഖലയിലും വൻ വളർച്ചയാണ് 4 വർഷത്തിനിടെ ചിറയൻകീഴ് സ്വന്തമാക്കിയത്. 120 വർഷത്തെ ചരിത്രം പറയാനുണ്ട് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്ക്. ദിവസവും 100 കണക്കിന് രോഗികൾ വന്നുപോകുന്ന ചിറയൻകീഴിന്റെ ആസ്ഥാന ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്താൻ 50.77 കോടി രൂപയാണ് കിഫ്ബി മുഖേന അനുവദിച്ചിരിക്കുന്നത്. ഈ കിഫ്ബി പദ്ധതിയോടനുബന്ധിച്ച് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് 1898 ആണ്ട് പണികഴിപ്പിച്ച, അതായത് ആശുപത്രിയുടെ ആദ്യത്തെ ബിൽഡിംഗ്, അതിന്റെ ഒരു പുനരുദ്ധാരണം കൂടി ചെയ്യുന്നുണ്ട്. രണ്ട് പദ്ധതിയിലുമായിട്ട് 70 കോടിയിൽ പരം രൂപയാണ് ആശുപത്രിക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം നമ്മുടെ മെയിൻ ബിൽഡിംഗ് ആയിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് 7 നിലകളുള്ള കെട്ടിടമാണ്. അതിൽ എല്ലാവിധ സ്പെഷ്യാലിറ്റിയും, ബ്ലഡ് ബാങ്ക്, ഡയാലിസിസ് യൂണിറ്റ്, തിയേറ്റർ, ICU, ടെലിമെഡിസിൻ വിഭാഗം, കോൺഫറൻസ്, പിന്നെ CSR ബിൽഡിംഗ്, പിന്നെ ട്രോമാ കെയർ യൂണിറ്റ്, കാഷ്വാലിറ്റി ട്രോമാ കെയർ യൂണിറ്റ്, അൾട്രാ റേഡിയേഷൻ ഫെസിലിറ്റി, അതായത് MRI, CT, എക്സ്റേ ഉള്ള എല്ലാ റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഫെസിലിറ്റീസ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു 7 നില ബഹുനില കെട്ടിടമാണ്. ബഹുനില കെട്ടിടവും അതിനോടനുബന്ധിച്ചുള്ള ഉപകരണങ്ങളും അത്രയുമാണ് ആ എമൗണ്ട് കൊണ്ട് വിഭാവനം ചെയ്യുന്നത്. ചിറയൻകീഴ് നഗരത്തിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന പദ്ധതിയാണ് ചിറയൻകീഴ് റെയിൽവേ ഓവർബ്രിഡ്ജ്. 25.08 കോടിയാണ് ഈ പദ്ധതിക്കായി കിഫ്ബി നൽകുന്നത്. നഗരത്തിന് ആധുനികതയുടെ മേക്ക് ഓവർ നൽകാൻ പദ്ധതി പൂർത്തിയാകുന്നതോടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ചിറയൻകീഴിന്റെ ഒരു ചിരകാല അഭിലാഷമാണ് ഈ ചിറയൻകീഴ് റെയിൽവേ ഓവർബ്രിഡ്ജ് എന്ന് പറയുന്നത്. നമ്മുടെ ചിറയൻകീഴിന്റെ വികസനത്തിന്റെ മുരടിപ്പ് തന്നെയാണ് ഈ റെയിൽവേ ഗേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട വിഷയം. പലപ്പോഴും ചിറയൻകീഴ് എന്നുള്ള താലൂക്ക് ആസ്ഥാനമാണ്. ആ താലൂക്ക് ആസ്ഥാനം പലപ്പോഴും വികസനങ്ങൾ വന്നെത്താത്തതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് റെയിൽവേ ഗേറ്റിന്റെ ഗതാഗത തടസ്സങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി നിരവധി വർഷങ്ങളായി ഇതിന്റെ പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ സമരങ്ങളും ആക്ഷൻ കൗൺസിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളും മെമ്മോറാണ്ടങ്ങളും ഒക്കെ ഒരുപാട് ഇടപെടലൊക്കെയാണ് ഇക്കാര്യത്തിൽ നടത്തിയത്. ഇപ്പോൾ എന്തായാലും ഗവൺമെൻറ് കാലത്ത് അത് ഓവർബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള ഭരണാനുമതി ലഭിക്കുകയും അതിൻ്റെ ASM TSO ഒക്കെ ലഭിക്കുകയും ചെയ്ത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്താണ് ചെയ്തത്. ഈ മണ്ഡലത്തിലെ MLA ഡെപ്യൂട്ടി സ്പീക്കർ V. ശശി അദ്ദേഹത്തിന്റെ വലിയൊരു പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ടായിട്ടുണ്ട്.
വിദ്യാഭ്യാസ മേഖലയിലും വൻ നേട്ടങ്ങളാണ് ചിറയൻകീഴ് മണ്ഡലം സ്വന്തമാക്കിയിരിക്കുന്നത്. 10 സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിലാണ് ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായ സ്ഥലം MLA വി ശശിയും മറ്റ് ജനപ്രതിനിധികളും. ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കിഫ്ബി അനുവദിച്ച 5 കോടി രൂപയ്ക്ക് സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുകയാണ്. 3 നില കെട്ടിടത്തോടൊപ്പം വിശാലമായ ഗ്രൌണ്ടും ഉടൻ നിർമ്മാണം പൂർത്തിയാക്കും. പെരുമാത്തുറ ഗവൺമെന്റ് LP സ്കൂളും പാലവിള ഗവൺമെന്റ് UP സ്കൂളും വികസനത്തിന്റെ പാതയിലാണ്. തോന്നക്കൽ ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ 3 നില കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഡൈനിങ് ഏരിയയും കിച്ചണും ഉൾപ്പെടെ മികച്ച സൌകര്യങ്ങളാണ് കെട്ടിടത്തിൽ ഒരുക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ബിൽഡിംഗ് 3.5 കോടി രൂപ ചെലവഴിച്ച് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ബഹുമാനായ ഡെപ്യൂട്ടി സ്പീക്കറുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് 3.5 കോടി രൂപ വെച്ചുള്ള ബിൽഡിംഗിന്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കാണുന്ന ബിൽഡിംഗിൽ പിന്നീട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കിച്ചണും അതേപോലെ തന്നെ ഡൈനിങ് ഹാളും അതിനു വരെയായിട്ട് പിന്നീട് 2 നിലകളുള്ള പിന്നീട് ബിൽഡിംഗും 8 ക്ലാസ് റൂമുള്ള ബിൽഡിംഗുമാണ് വരുന്നത്. തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഓഡിറ്റോറിയം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അങ്ങനെ 3.5 കോടി രൂപ ഉപയോഗിച്ചുള്ള വലിയൊരു പ്രോജക്റ്റാണ് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കറുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നമ്മളെ സ്കൂളിൽ നൽകിയിരിക്കുന്നത്. ആലങ്കോട് ബീരാൻകടവ് അഞ്ചുതെങ്ങ് മുതലപ്പുഴി റോഡ് മണ്ഡലത്തിന്റെ വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന പദ്ധതിയാണ്. 44.64 കോടിയാണ് ഈ റോഡിനായി കിഫ്ബി മുഖേന അനുവദിച്ചത്. തീരദേശ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വൻകിട കുടിവെള്ള പദ്ധതികളും അണിയറയിലൊരുങ്ങുന്നു. ചിറയൻകീഴ് കടക്കാവൂർ തീരദേശ കുടിവെള്ള പദ്ധതി, മുതാക്കൽ കുടിവെള്ള പദ്ധതി തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ. സീതാപഹരണ സമയത്ത് രാവണനെ പിന്തുടർന്ന ജടായുവിന്റെ ചിറയൻകീഴിലായിരുന്ന പ്രദേശം എന്ന ഐതിഹ്യമുള്ള ചിറയൻകീഴ് ഇപ്പോൾ കിഫ്ബിയുടെ വികസന ചിറയൻകീഴിലാണ്. വികസനത്തിന് നേതൃത്വം നൽകുന്ന ചിറയൻകീഴിന്റെ ജനപ്രിയനായ നിയമസഭാ സാമാജികൻ വി ശശിയുടെ നേതൃത്വത്തിലാണ് ആലങ്കോട് കടക്കാവൂർ മീരാൻകട വഞ്ചിതങ്ങ് റോഡിന്റെ പുനരുദ്ധാരണവും അനുബന്ധ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. 45 കോടിയോളം രൂപ മുടക്കിയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത്. ദേശീയപാത നിലവാരത്തിൽ BMBC ആണ് മെക്കാഡം ബിറ്റുമിൻ കോൺക്രീറ്റ് പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഇത് റിവൈവ് കൺസ്ട്രക്ഷൻ കമ്പനി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇത് നടപ്പാക്കുന്നത്. പണിയുന്നത് 17 മാസമാണ് കാലാവധി. നൂതന സാങ്കേതിക വിദ്യയുണ്ട്, എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളുമുണ്ട്. ഇതിൽ ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലം MLA ആറ്റിങ്ങലിന്റെ വികസനത്തെ സമാനതയില്ലാത്ത മേഖലകളിലേക്ക് ഉയർത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് ബി സത്യനും ഈ കാര്യത്തിൽ നല്ല പങ്കുവഹിച്ചിട്ടുണ്ട്. ശ്രീ ഡെപ്യൂട്ടി സ്പീക്കർ വി ശശിക്കും ശ്രീ ബി സത്യനും ആശംസ അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതായി സന്തോഷപൂർവ്വം അറിയിക്കുന്നു.